ഈ അടുത്ത ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് സർവജ്ഞാനി. എല്ലാ കാര്യത്തിലും അറിവുള്ളവൻ, എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ. സോ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു 3 അറിവുകളൊന്ന് പരിശോധിക്കാം. ഓക്കെ. 22:65 അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിലുള്ളതെല്ലാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കിയില്ലേ? അവൻ അവൻ്റെ കൽപ്പന പ്രകാരം കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിനെയും അവൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അവൻ്റെ അനുമതി കൂടാതെ ഭൂമിയിൽ വീണുപോകാത്ത വിധം ഉപരിലോകത്തെ അവൻ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് ഏറെ ദയയുള്ളവനും കരുണയുള്ളവനുമാകുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് 2 കാര്യം പറയാം. ഒന്ന്, അള്ളാഹ് പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാതും നമുക്ക് മനുഷ്യർക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ്. അതായത് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനുഷ്യന് വേണ്ടി ഉള്ള സാധനങ്ങളാണ് എന്നാണ് അള്ളാഹ് ഇവിടെ പറയുന്നത്. ലെറ്റ് ഇറ്റ് ബി. ഇനി ഉപരിലോകത്തെ അള്ളാഹു ഇങ്ങനെ പിടിച്ച് താങ്ങി നിർത്തിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. എങ്ങനെ? നമ്മുടെ ഭൂമിയിലേക്ക് വീഴാതെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരാൾ വിചാരിക്കും, ലൈക്ക് ഒരു മദ്രസ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വിചാരിക്കുന്നത്, സംഭവം തന്നെ അല്ലേ, നമ്മളെ ഇത്രയും വലിയൊരു ആകാശം അത് ഇടിഞ്ഞു വീഴാതൊക്കെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ചില്ലറക്കാരനല്ല. നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. നിങ്ങൾ ഗൂഗിൾ എടുക്കുക, വാട്ട് ഈസ് സ്കൈ എന്ന് സെർച്ച് ചെയ്യുക. ഈ ആകാശം എന്ന് പറയുന്നത് ഒരു സാധനമല്ല എന്നും അത് എന്താ പറയുക, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു മായാജാലം മാത്രമാണ് എന്നും ഉള്ളതൊക്കെ നമ്മൾ ഒരു സ്കൂൾ നോളജാണ്. അതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്കൂളിൽ പോയാൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മഴവില്ല് കാണുന്ന പോലെ അത് നമ്മുടെ കണ്ണുകൾക്ക് ഏകുന്ന ഒരു മായാജാലം മാത്രമാണ്. അതല്ലാതെ അതൊരു സാധനമല്ല. നിങ്ങളവിടെ പോയി തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒന്നും കിട്ടാനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഇതിൽ സർവജ്ഞാനിയായ അള്ളാഹു ആണ് ഇവിടെ പറയുന്നത്. എന്ത്? ഈ ആകാശം എന്ന് പറയുന്ന സാധനം ഞാനിങ്ങനെ താങ്ങി നിർത്തിയിരിക്കുകയാണ്, ഇല്ലെങ്കിൽ ഇതൊക്കെ കൂടെ പൊട്ടിച്ചാടി ഇങ്ങോട്ട് ഭൂമിയിലോട്ട് വീഴും. പക്ഷെ ഞാനുള്ളത് കൊണ്ടാണ് ഇതൊന്നും സംഭവിക്കാത്തത്. ഞാൻ നിങ്ങളെല്ലാവരും നോക്കുന്നു, പരിപാലിക്കുന്നു. ഓൾ നോയിങ്, ഒംനി സയൻസ് അള്ളാഹു പറയുന്നു. ഇനി 2258 ഇബ്രാഹിമിനോട് അദ്ദേഹത്തിൻ്റെ നാഥൻ്റെ കാര്യത്തിൽ തർക്കിച്ചവനെ പറ്റി നീ അറിഞ്ഞില്ലേ? അള്ളാഹു അവന് ആധിപത്യം നൽകിയതിനാലാണ് അവൻ അതിന് മുതിർന്നത്. എൻ്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോൾ, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. ഇബ്രാഹിം പറഞ്ഞു, എന്നാൽ നീ അള്ളാഹു സൂര്യനെ കിഴക്കുനിന്ന് കൊണ്ടുവരുന്നത് പോലെ നീ അതിനെ പടിഞ്ഞാറ്റു നിന്ന് കൊണ്ടുവരിക. അപ്പോൾ ആ സത്യനിഷേധിക്ക് ഉത്തരം മുട്ടിപ്പോയി. അക്രമികളായ ജനതയെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. അതായത് പണ്ടത്തെ ഇബ്രാഹിമിൻ്റെ ഒരു കഥ പറയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞത്രേ, ഞാൻ എൻ്റെ അള്ളാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അള്ളാഹു, അതിനൊക്കെ കഴിവുള്ള സർവശക്തനാണ് എൻ്റെ അള്ളാഹു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു, അതെനിക്കും കഴിയുമല്ലോ, ജീവിപ്പിക്കാനും മരിപ്പിക്കാനൊക്കെ എനിക്കും കഴിയുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യ്, ഈ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നത് പോലെ നീ സൂര്യനൊന്ന് പടിഞ്ഞാറ്റിൽ നിന്ന് കൊണ്ടുപോവാ, അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സത്യവിശ്വാസിക്ക് എന്ത് ചെയ്തു? ഉത്തരം മുട്ടിപ്പോയി. അയ്യോ, അത് പറ്റണ കാര്യമില്ലല്ലോ, എളുപ്പമല്ലല്ലോ ഇപ്പം അത്. സി, ഓൾ നോയിങ് ആയിട്ടുള്ള എല്ലാം അറിയുന്ന അള്ളാഹു ആണ് ഇപ്പോൾ ഈ പറയുന്നത് ഖുറാനിലൂടെ, ഞാൻ സൂര്യനെ കിഴക്ക് നിന്നും കൊണ്ടുവരുന്നു എന്ന്. ഇന്ന് ഒരു സ്കൂൾ നോളജാണ്, ബേസിക് നോളജാണ്. നമ്മൾ സൂര്യൻ കിഴക്ക് നിന്നും പടിഞ്ഞാറ്റിൽ നിന്നും ഒന്നും ഉദിച്ചു വരുന്നതല്ല എന്നും നമ്മൾ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഭൂമി എന്നുള്ളതൊക്കെ വളരെ ബേസിക് നോളജാണ്. പക്ഷേ സ്കൂളിൽ പോകാത്തത് കൊണ്ട് തന്നെ അള്ളാഹ്ക്ക് അത് അറിയാൻ വലിയ സാധ്യത ഇല്ല. അത് തന്നെയാണ് ഇവിടെ ഖുറാനിലൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 67:5 ഏറ്റവും അടുത്ത ആകാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അവയെ നാം പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളവയുമാക്കിയിരിക്കുന്നു. അവർക്ക് നാം ജ്വലിക്കുന്ന നരകശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർസ് എന്ന് കാണാം കൃത്യമായിട്ട്. അപ്പോൾ എന്തായാലും അടുത്ത ആകാശത്തെ അള്ളാഹ് ഇങ്ങനെ വിളക്കുകൾ കൊണ്ട്, അതായത് നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഈ സയൻസ് പുരോഗമിക്കാത്ത കാലഘട്ടത്തിൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാവുന്നത്, ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള സാധനങ്ങൾ അവിടെ ഒട്ടിച്ചു വെച്ച പോലെയൊക്കെ തോന്നും. ഇത് ഇന്നിപ്പോൾ നമ്മുടെ ഭൂമി എത്ര വലുപ്പമുണ്ടോ അതിൻ്റെ 10 മടങ്ങുള്ളതാണ് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം എന്നും, ആ സൂര്യനേക്കാൾ മടങ്ങ് വലുപ്പമുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് കാണുന്ന നക്ഷത്രങ്ങൾ എന്നും ഒക്കെ ഉള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കൂൾ നോളജാണ്. പക്ഷേ
ഓൾ നോയിങ് ആയിട്ടുള്ള എല്ലാം അറിയുന്ന അള്ളാഹു പറയുന്നത് ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ അവിടെ ആകാശത്ത് പറ്റിച്ചു വെച്ചിട്ടുള്ള നിങ്ങൾക്ക് അലങ്കാരത്തിന് വേണ്ടി പറ്റിച്ചു വെച്ചിട്ടുള്ള ഭംഗിക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് എന്നും പിശാചിനെ എറിഞ്ഞോടിക്കാനുള്ള ഒരു സാധനം കൂടെയാണ് വാൽനക്ഷത്രം. നമ്മൾ കാണാറുണ്ടല്ലോ, ഈ പറയുന്ന സാധനം പിശാചിനെ എറിഞ്ഞോടിക്കാനുള്ളതാണ് എന്നൊക്കെയാണ് അള്ളാഹു പറയുന്നത്. എന്തായാലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ഇതിലും കൂടെ വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നു. അത്രയേ ഉള്ളൂ. ഇനി 1886. അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമന സ്ഥാനത്തെത്തിയപ്പോൾ അത് ചെളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ മറഞ്ഞു പോകുന്നതായി അദ്ദേഹം കണ്ടു. അതിൻ്റെ അടുത്തൊരു ജനവിഭാഗത്തെയും അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിനോട് നാം പറഞ്ഞു, ഹേ ദുൽഖർനൈൻ, ഒന്നുകിൽ നിനക്ക് അവരെ ശിക്ഷിക്കാം, അല്ലെങ്കിൽ നിനക്ക് അവരിൽ നന്മയുണ്ടാക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സൂര്യൻ ഒരു ചെളിക്കുണ്ടിലേക്ക് അസ്തമിക്കുന്നതായിട്ട് ദുൽഖർനൈൻ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഖുറാനിൽ ഇങ്ങനെയാണല്ലോ, അപ്പോൾ ചളിക്കുണ്ടിലാണ് സൂര്യൻ പോകുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വരുന്നത്, അതങ്ങനെയല്ല, അത് ദുൽഖർനൈൻ കണ്ട ഒരു കാഴ്ചയാണ്, ദുൽഖർനൈൻ അങ്ങനെയാണ് തോന്നിയത്, അത് ഖുറാനിൽ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ അള്ളാഹ് പറഞ്ഞതൊന്നുമല്ല ഇങ്ങനെയെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഹദീസുകളൊന്ന് നോക്കാം. Narrated by Abu Dhar. I was sitting behind the messenger of Allah, who was riding a donkey while the sun was setting. He asked, "Do you know where the sun sets?" I replied, "Allah and his apostle knows the best." He said, "It sets in a spring of warm water." അതായത് അബൂദർ പറയാണ്, ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോകുമ്പോൾ സൂര്യാസ്തമന സമയമായപ്പോൾ മുഹമ്മദ് നബി അബൂദറിനോട് ചോദിച്ചു, അബൂദറെ, നിനക്ക് ഈ സൂര്യൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അബൂദർ പറഞ്ഞു, ഇല്ല, അതൊക്കെ അള്ളാഹുവിനും അള്ളാഹിൻ്റെ റസൂലിനും അല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു കൊടുക്കുകയാണ്, അത് ഒരു വാം വാട്ടർ, ഒരു ചൂടുള്ള വെള്ളത്തിൽ അതിലേക്ക് അസ്തമിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് മുഹമ്മദ് നബിക്ക് ഈ അറിവ് എവിടുന്ന് കിട്ടുന്നത്? ഓക്കെ, ഓൾ നോയിങ്. ഇനി ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഒരു കോയിൻസിഡൻസ് ആണെന്നൊക്കെ പറയും ചിലപ്പോൾ. ഇനി ഇത് മാത്രമല്ല, ഒരു ഹദീസും കൂടെ തരാം. ഇത് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ മലയാളം പറയാം, ഞാൻ ഇതിൻ്റെ റെഫറൻസും ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് അബൂദർ തന്നെ പറയാണ്, ഇതുപോലെ നബി ചോദിച്ചപ്പോൾ അറിയില്ല, അള്ളാഹ്ക്കല്ലേ അള്ളാഹ്ക്കും റസൂലിനല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്? അതായത് സൂര്യൻ പോകുന്നത് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് കീഴിൽ അള്ളാഹുവിനെ മുട്ടുകുത്തി നമസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. മുട്ടുകുത്തി എന്നുള്ളത്, അതായത് ഇതിൽ പറയുന്നൊരു വാക്കുണ്ട്, അതിനർത്ഥം നമ്മളൊക്കെ മുട്ടുകുത്തലാണ്. എന്തായാലും സൂര്യനിപ്പോൾ എങ്ങനെ മുട്ടുകുത്തുക എന്നുള്ളത് അറിയില്ല. എന്തായാലും പ്രൊസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതായത് അള്ളാഹുവിനെ വണങ്ങാൻ വേണ്ടിയിട്ട്, സ്തുതി ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് കീഴിൽ സ്തുതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂര്യൻ പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ അള്ളാഹുവിൻ്റെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേന്ന് വീണ്ടും വന്നിട്ട് ഉദിക്കും. അങ്ങനെയാണ് സൂര്യൻ പോകുന്നത് ഈ അള്ളാഹുവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണെന്നും അള്ളാഹുവിൻ്റെ അനുവാദം കിട്ടിയാലേ പിറ്റേന്ന് വരുള്ളൂ എന്നും അബൂദറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാം അറിയുന്ന അള്ളാഹുവിൻ്റെ ജ്ഞാനങ്ങൾ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഓക്കെ, എന്തായാലും അടുത്ത ഒരു ക്വാളിറ്റി, പരമകാരുണ്യവാൻ. ഈ കാരുണ്യം എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ വലിയൊരു ആട്രിബ്യൂട്ടാണ്. കാരുണ്യമില്ലാതെ ഒരു ദൈവം ഉണ്ടാകാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഈ 4:24, മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയവർ അടിമ സ്ത്രീകൾ ഒഴികെ. നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ നിയമം അത്ര ഇത്. ഓക്കെ, ഇത് ഞാനിവിടെ ഫുള്ള് റെഫറൻസ് കൊടുക്കാം, നിങ്ങൾക്ക് വായിക്കാം എന്താണെങ്കിലും. അതിൽ ഈ ഒരൊറ്റ സെൻറ്റൻസ് ഞാൻ വായിക്കാൻ കാരണം, അള്ളാഹു ഇന്ന് നമ്മുടെ ധാർമ്മികത വെച്ച് നമ്മൾ അടിമത്തം എന്ന് പറയുന്നത് മനുഷ്യരിൽ കണ്ടുവച്ചിട്ടുള്ള ഏറ്റവും നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയായിരുന്നു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയായി വെക്കുക, അവനെ വിൽക്കുക, വാങ്ങുക, സമ്മാനം കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന ഒരു അടിമത്തം അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ പറയുന്നതാണ്. അതായത് അടിമ സ്ത്രീയെ നിനക്ക് ഉപയോഗിക്കാം, അത് പ്രശ്നമുള്ളതല്ല. എന്നാൽ മറ്റു ഭർത്താക്കന്മാരുള്ള സ്ത്രീകളാണെങ്കിൽ, കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ അവരെ ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് പറയും. അതായത് അടിമ സ്ത്രീ എന്ന് പറയുന്നത് അള്ളാഹു ഹലാലാക്കി തരാണ് നമുക്ക്. ഇത് എന്താ പറയുക, കാരുണ്യം കൂടിയിട്ട് അള്ളാഹുവിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സോ അത് നമുക്ക് ചർച്ച ചെയ്യാം. എന്താണെങ്കിലും
ഇനിയിപ്പോൾ ഇതിന് ഈ പറഞ്ഞ പണ്ഡിതന്മാർ വന്ന് പറയുക, ഏയ് അങ്ങനെയൊന്നും അല്ലല്ലോ, ഞങ്ങൾ ഇസ്ലാമല്ലേ അടിമത്തം നിരോധിച്ചത് ഓക്കെ. ഈ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദൈവത്തിനെ കുറിച്ചാണ്, ഒരു പരമമായിട്ടുള്ള ഒരു ദൈവത്തെ കുറിച്ചാണ്. ആ ദൈവത്തിന്റെ കാരുണ്യമാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു ദൈവത്തിനെയാണോ കൊച്ചാക്കാൻ ശ്രമിക്കുന്നത്? ആ ദൈവം എല്ലാം അറിവുള്ള ഒരാളല്ലേ? നമ്മളിപ്പോൾ ഇന്ന് ഈ ആധുനിക കാലം വരുമെന്നും ഈ ആളുകൾക്ക് ഈ അടിമത്തം എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമെന്നും അത് നമ്മൾ എടുത്ത് ഒഴിവാക്കുമെന്നും ഒക്കെ അള്ളാഹുവിനെ അറിയേണ്ടതല്ലേ? അള്ളാഹു ഒരു റിയൽ ഗോഡ് ആണെങ്കിൽ അതെന്തേ അറിയാതെ പോയി? അതറിയാത്തത് കൊണ്ടല്ലേ എന്നിട്ട് പറയുന്നത് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ അടിമത്തം ഇങ്ങനെ ഒഴിവാക്കിയെന്നാ. സ്റ്റെപ്പായിട്ടാണോ അടിമത്തം ഒഴിവാക്കുക? ഒരു മോശം കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അതൊരു മോശം കാര്യമാണെന്ന് അള്ളാഹുവിന് അറിയുമെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഈ ലോകത്തേ നടക്കുന്നുണ്ടാവില്ല. അതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി അതൊരു മോശം കാര്യമാണെന്ന് കണ്ടെത്തുകയാണ് അള്ളാഹു. കാരണം അള്ളാഹ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണല്ലോ അള്ളാഹു. പരീക്ഷണം നടത്താൻ ഇഷ്ടമുള്ളൊരു പുള്ളിയാണ്. അപ്പോൾ അങ്ങനെ മൂപ്പര് കണ്ടെത്തുകയാണ് ഇത് മോശം കാര്യമാണെന്നുള്ളത്. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ തന്നെ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മളിപ്പോൾ മയക്കുമരുന്ന് ഒരു ലോബിനെ പിടിക്കുകയാണ്. പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ കുറച്ച് കുറച്ച് വിറ്റോളൂ, നമ്മൾ അങ്ങനെ നിർത്താം എന്നാണോ പറയുക? അതോ അവിടെ പിടിച്ച് ജയിലിടുകയാണോ ചെയ്യുക? അതുകൊണ്ട് നിർത്തുകയാണോ ചെയ്യുക? അള്ളാഹിൻ്റെ ഓരോ തമാശകൾ, അല്ലാതൊന്നും പറയല്ല. എന്തായാലും അടുത്തത് 17:16. ഏതെങ്കിലും ഒരു രാജ്യം നാം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവിടുത്തെ സുഖലോലുപന്മാർക്ക് നാം ആജ്ഞകൾ നൽകും. എന്നാൽ അത് വകവെക്കാതെ അവർ അവിടെ താന്തോന്നിത്തരം നടത്തും. ശിക്ഷയെപ്പറ്റിയുള്ള വാക്ക് അങ്ങനെ അതിൻ്റെ രാജ്യത്തിൻ്റെ കാര്യത്തിൽ സ്ഥിരപ്പെടുകയും നാം അതിനെ നിശ്ശേഷം തകർക്കുകയും ചെയ്യുന്നതാണ്. അതായത് അള്ളാഹു ഒരു രാജ്യം നശിപ്പിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രമാണിമാർക്കൊക്കെ ഒരു നിർദ്ദേശം കൊടുക്കുക ആദ്യം. എന്ത്? നിങ്ങൾ താന്തോന്നിത്തരം കാണിക്കരുത്, നല്ലപോലെ ജീവിക്കണം, തോന്നിയാസൊന്നും കാണിക്കരുത് എന്ന് പറയും. പക്ഷെ എന്നിട്ട് അവരത് വകവെക്കാതെ അവർ താന്തോന്നിത്തരം കാണിക്കും. അങ്ങനെ അള്ളാഹു എന്ത് ചെയ്യും? ഈ നഗരം അല്ലെങ്കിൽ ആ രാജ്യം മുഴുവൻ അങ്ങോട്ട് നശിപ്പിച്ചോളെ. ഈ പറയുന്ന രാജ്യത്ത് ഈ താന്തോന്നിത്തരം കാണിക്കാത്ത പാവങ്ങളായ മനുഷ്യരുണ്ടാവില്ലേ? അള്ളാഹുവിനെ പ്രകീർത്തിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ടാവില്ലേ? പക്ഷേ കാരുണ്യം കൂടിയതുകൊണ്ട് അള്ളാഹു മൊത്തമായിട്ട് അങ്ങോട്ട് നശിപ്പിച്ചോളെ. അതൊന്നും അള്ളാഹിൻ്റെ പ്രശ്നമല്ല. എന്തായാലും 9:29. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ. അതായത് പരമകാരുണ്യവാനായിട്ടുള്ള അള്ളാഹു പറയുകയാണ്, എൻ്റെ മതം ഇവിടെ സ്ഥിരപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മറ്റു വിശ്വാസികൾ, അതായത് ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും ഒക്കെ നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. എന്നിട്ട് അവർ നിങ്ങളുടെ മതത്തിന്, അതായത് അള്ളാഹുവിൻ്റെ മതത്തിന് കീഴ്പ്പെടുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് പറയുന്നത്. പരമകാരുണ്യവാനായ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും മറ്റു മതസ്ഥരോടും യുദ്ധം ചെയ്യുക. ഏതുവരെ? അവർ നമ്മുടെ ഇസ്ലാം മതത്തിലേക്ക് വരുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കീഴടങ്ങുന്നത് വരെ യുദ്ധം ചെയ്തു കൊള്ളുക. ഒരു കാരുണ്യവാനായ ഒരു ദൈവം ഇങ്ങനെ പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യാദർശികം മാത്രം. ഇനി 98:6. തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ നരകാഗ്നിയിലാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. അതായത് ഇപ്പോൾ ഈ പറയുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളെയും കുറിച്ചിട്ടാണ്. അവർ നരകത്തിൽ കിടന്ന് പൊരിയുന്നവരായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആയത്തുകളുണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് നരകത്തിലിട്ട് പൊരിക്കാനാണെന്നും നിത്യമായി നരകത്തിൽ അവരെ നറക്കും എന്നും നരകത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട് അള്ളാഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരുണ്യം കൂടിയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് ഈ പറയുന്ന അള്ളാഹുവിന്. നിങ്ങളതൊക്കെ സ്വയം വിലയിരുത്തുക. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി 3 ക്വാളിറ്റികൾ ഈ ദൈവത്തിൻ്റെ പറഞ്ഞു. പരമശക്തി, കാരുണ്യം, പരമജ്ഞാനം, സർവജ്ഞാനി. ഈ പറഞ്ഞ 3 ക്വാളിറ്റികളും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്യുക. ഞാനിവിടെ കൃത്യമായിട്ട് ആയത്തുകളും ഇതൊക്കെ ഞാനിവിടെ റെഫർ ചെയ്യാം. നിങ്ങളതൊക്കെ വെച്ചിട്ട് ഇതിലെവിടെയുണ്ട് പരമശക്തി, എവിടെയുണ്ട് സർവജ്ഞാനം, എവിടെയുണ്ട് ഈ പറഞ്ഞ ഇത് എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇനി അപ്പോൾ പറയും, അതിപ്പോൾ ഇതിൽ കുറേ നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ, കുറേ എന്താ പറയുക നല്ല കാര്യങ്ങൾ ഇല്ലേ എന്നൊക്കെ പറയും. ഉണ്ടായിക്കോട്ടെ. ഞാൻ പറയുന്നത് ഇവിടെ ഒരു ദൈവത്തിനെ കുറിച്ചിട്ടാണ്. എല്ലാം ചെയ്യാൻ കഴിവുള്ള, എല്ലാം അറിയുന്ന ഒരു ദൈവത്തിനെ കുറിച്ച്. അങ്ങനെ ഒരു ദൈവം മണ്ടത്തരം പറയും എന്നാണോ അപ്പോൾ നിങ്ങൾ പറയുന്നത്?
അങ്ങനെ ഒരു ദൈവത്തിന് ഈ മണ്ടത്തരം പറയാൻ കഴിയൂ? മണ്ടത്തരം പറയുന്ന ഒരാളെ നിങ്ങൾ ദൈവം എന്ന് വിളിക്കൂ? ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇത്രയും ആയത്തുകൾ നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. അതിൽ ഒരു ദൈവം എന്ന് പറയുന്ന ഒരാൾ പറയുന്ന വലിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം. സോ നിങ്ങൾ ഒരു ഉദാഹരണം എടുക്കുക. ഒരു 10 ലിറ്റർ പാല്, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്. ഒരു 10 ലിറ്റർ പാലുണ്ട്. അതിൽ ഒരു തുള്ളി വിഷം വീണു. ഓക്കെ. ഒരു തുള്ളി വിഷം വീണാലും നിങ്ങൾ ആ 10 ലിറ്റർ പാലിൽ നിന്ന് ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിക്കുമോ? അതിൽ ഒരു തുള്ളി വിഷമല്ലേ വീണിട്ടുള്ളൂ, ബാക്കിയൊക്കെ നല്ല പാലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുത്ത് കുടിക്കുമോ? എടുത്ത് കുടിച്ചാൽ നിങ്ങൾ പടിയാവും. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇതും. ഇതിൽ എത്ര നല്ല കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും, എത്ര വേറെ കുറേ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും, നമ്മൾ സംസാരിക്കുന്നത് ഒരു ദൈവത്തെ പറ്റിയാണ്. ഒരു ദൈവം ഒരു മണ്ടത്തരം പറയില്ല എന്ന ഒരു ബോധ്യമെങ്കിലും മിനിമം ഒരു വിശ്വാസിക്ക് വേണം. നിങ്ങൾ ദൈവത്തിനും കൂടെ മണ്ടനാക്കരുത്. നമ്മളോ മണ്ടന്മാരായി. സോ ദൈവത്തിന് ഇനി ഒരു ദൈവം ഉണ്ടെങ്കിൽ അവനെയും കൂടെ നമ്മൾ മണ്ടനാക്കാതിരിക്കുക. സോ ഇതൊക്കെ ചിന്തിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളെപ്പോഴും പറയാറുണ്ട് ഏകദൈവം അല്ലെങ്കിൽ അതിനൊരു പ്രസക്തിയില്ല, ഈ കുറേ ദൈവങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ മണ്ടത്തരമല്ലേ, ഏകദൈവമാണ്, ഏകമായിട്ടേ ഒരു ദൈവത്തിന് ഇരിക്കാൻ കഴിയൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ എന്തെങ്കിലും ആസ്പെക്റ്റിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അതിൽക്കൊന്നും പോകുന്നില്ല. ഈ ഏകദൈവത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഈ മറ്റ് വിശ്വാസങ്ങളില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അള്ള പറയുന്ന ഒരു ആയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. 6:137. അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട പലർക്കും സ്വന്തം മക്കളെ കൊല്ലുന്നത് അവർ പങ്കാളികളാക്കിയ ദൈവങ്ങൾ ഭംഗിയായി തോന്നിപ്പിച്ചിരിക്കുന്നു. അവരെ നാശത്തിൽ പെടുത്തുകയും അവർക്ക് അവരുടെ മതം തിരിച്ചറിയാൻ പറ്റാതാക്കുകയുമാണ് അതുകൊണ്ടായിത്തീരുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അതിനാൽ അവർ ചമച്ചുണ്ടാക്കിയതുമായി അവരെ വിട്ടേക്കുക. അതായത് പണ്ടത്തെ അവിടെ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളിൽ പലരും പല ദൈവങ്ങളെയാണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ അവരോടൊക്കെ കുറേ കാലം പിന്നാലെ നടന്ന് അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ അവരൊന്നും അത് മൈൻഡാക്കാതെ അപ്പം ഇറങ്ങിയ ആയത്താണ് എന്ത്. അതായത് പുള്ളി പറയുന്നത് ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട പലർക്കും സ്വന്തം മക്കളെ കൊല്ലുന്നത് അവർ പങ്കാളികളാക്കിയ ദൈവങ്ങൾ ഭംഗിയാക്കി തോന്നിച്ചത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? വേറെ ദൈവങ്ങളുമുണ്ട്, അവർ ഈ മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിവുള്ളവരുമാണ് എന്നും കൂടെ അല്ലേ പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് പറയാണ് എന്താണ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ ഈ മനുഷ്യർ ആരാധിക്കാത്തത് എന്നും അതിൻ്റെ പേരിൽ ഈ മനുഷ്യരെ താൻ നരകത്തിലിട്ട് പൊരിക്കൂ എന്നും ഒക്കെ പറയുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും അള്ള ഇവിടെ പറയുന്നത് മറ്റ് ദൈവങ്ങൾ ഉണ്ട് എന്നും അവർക്ക് മനുഷ്യരെ സ്വാധീനിക്കാനുള്ള കഴിവ് ഉണ്ട് എന്നും ആണ്. അതുകൊണ്ടാണ് അത് ഭംഗിയാക്കി അവർ തോന്നിപ്പിക്കുന്നത് ഈ മനുഷ്യരെ എന്നാണ് അള്ള ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇനി ഏകദൈവം, ഈ ഏകദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് അള്ള പറയണത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതാണ് അറിയേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഈ മനുഷ്യർ ഇവിടെ കിടന്നിട്ട് എന്തൊക്കെയോ കേൾക്കുന്നു, കാണുന്നു, അതിനെക്കുറിച്ച് അടി ഉണ്ടാക്കുന്നു. എന്താണ് അള്ള ഏകദൈവത്തിനെ കുറിച്ച്, ഐ മീൻ വേറെ ദൈവങ്ങൾ ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്നുള്ള അള്ള പറയണത് കേൾക്കണ്ടേ? അതല്ലേ നമ്മൾ അറിയേണ്ടത്. അപ്പോഴല്ലേ നമുക്ക് ശരിക്കും അള്ളാനെ അറിയാൻ പറ്റുള്ളൂ. ഇനി 23:91. അള്ളാഹു യാതൊരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല, അവനോടൊപ്പം യാതൊരു ദൈവവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ ദൈവവും താൻ സൃഷ്ടിച്ചതുമായി പോയിക്കളയുകയും അവരവരിൽ ചിലരെ അടിച്ചമർത്തുകയും ചെയ്യുമായിരുന്നു. അവർ പറഞ്ഞുണ്ടാക്കിയതിൽ നിന്നെല്ലാം അള്ളാഹു എത്ര പരിശുദ്ധൻ. ഒരായത്തും കൂടെ വായിച്ചിട്ട് ബാക്കി പറയാം. 21-22. ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത വല്ല ദൈവവും ഉണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടും തകരാറിലാകുമായിരുന്നു. അപ്പോൾ സിംഹാസനത്തിന്റെ നാഥനായ അള്ളാഹു അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം എത്ര പരിശുദ്ധനാകുന്നു. അതായത് മൊത്തത്തിൽ അള്ള അവിടെ പറയണത്, ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാക്കുകയും ഞങ്ങളൊക്കെ സൃഷ്ടിച്ചതായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഓടിപ്പോവും ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. ഞാനതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. സോ അതൊന്ന് ആഡ് ഓൺ ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോൾ ഈ പണ്ഡിതന്മാരും ഇവരൊക്കെ വന്നിട്ട് പറയും, അതൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ്, ഖുർആനിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ അർത്ഥം അതൊന്നുമല്ല, അതൊന്നും നിങ്ങൾക്ക് വായിച്ചാലൊന്നും മനസ്സിലാവില്ല, സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാവുന്നതല്ല ഖുർആൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതിനും കൂടെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നീ
അതായത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാധനമാണെങ്കിൽ ഇത് എന്തിനാണ് അള്ളാഹു ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടുള്ളത് എന്നൊന്നും നിങ്ങൾ ആലോചിക്കുക. അള്ളാഹ് പറയുന്നത് നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി വായിച്ച് മനസ്സിലാക്കി ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രന്ഥം കൊടുത്തയക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാധനം നമുക്കൊന്നും വായിക്കാൻ പറ്റില്ല, അത് പണ്ഡിതന്മാർക്ക് മാത്രം വായിച്ചാൽ മനസ്സിലാവുന്നതാണ് എങ്കിൽ അത് എത്രത്തോളം പരിഹാസ്യമാണെന്നറിയാം നിങ്ങൾക്ക്. ഒരു 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് നമ്മൾ പറയുകയാണ്, ആ കുട്ടിക്കൊരു PhD ലെവലിലുള്ളൊരു ബുക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ പറയുകയാണ്, ഇതൊന്നും നിന്നെക്കൊണ്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല മോനെ, ഇതൊക്കെ PhD കഴിഞ്ഞവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, പക്ഷേ അനക്ക് ഞാൻ തരുന്ന ബുക്ക് ഇതാണ്, പക്ഷേ ഇത് നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നത് എത്രത്തോളം മണ്ടത്തരമാണോ അത്രത്തോളം മണ്ടത്തരമാണ് ഈ പറയുന്ന കാര്യം. നമുക്കൊരു ബുക്ക് തരുമ്പോൾ ഈ പറയുന്ന സൃഷ്ടാവിന്, അതല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാം അറിയുന്ന പുള്ളിക്ക് അറിയില്ലേ നമുക്കിത് വായിച്ചാൽ മനസ്സിലാവേണ്ട കാര്യങ്ങളാണെന്നും അത് മനസ്സിലാക്കിയാലേ അവർക്ക് ജീവിതത്തിൽ പാലിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഇത് എനിക്ക് മാത്രം മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളാണ് അതിലുള്ളതെന്നൊക്കെ പറയുന്നത് എത്ര വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതും കൂടെ നിങ്ങൾ അതിലൊന്ന് ജസ്റ്റ് ആലോചിക്കുക. നിങ്ങൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആദ്യത്തിൽ വായിച്ച ഒരു ആയത്തുണ്ടായിരുന്നല്ലോ, ഇതൊരു കവിയുടെ വാക്കുകളല്ല, ഇതൊരു ഭ്രാന്തൻ്റെ വാക്കുകളല്ല, ഇതൊരു എന്തൊക്കെയോ അല്ല എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് കൂട്ടി വായിക്കുക. ഇത്രയും നേരം ഞാൻ വായിച്ച ആയത്തുകളും ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഒന്ന് ചേർത്ത് വായിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു കവിയുടെ വാക്കുകളാണ്, ഇതൊരു ഭ്രാന്തൻ്റെ വാക്കുകളാണ്, ഇത് മുഹമ്മദിൻ്റെ വാക്കുകളാണ്. മുഹമ്മദ് തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്ന, നമ്മൾ അന്യൻ സിനിമയിൽ കാണുന്ന വിക്രമിനെ പോലെ ഡുവൽ ക്യാരക്ടറുള്ള, മൾട്ടിപ്പിൾ ക്യാരക്ടറുള്ള ഒരു വ്യക്തി എന്നതിലുപരി യാതൊന്നും ഇവിടെ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അള്ളാഹുവിന് കഴിവുകൾ ഉണ്ടാവണം, പല കാര്യങ്ങളും ചെയ്യാൻ കഴിയണം. നിരന്തരം മുശ്രിക്കുകൾ മുഹമ്മദിനോട് ചോദിച്ചിരുന്നതാണ്, എന്താ നിനക്ക് അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തത്? മറ്റ് ദൂതന്മാർ വന്നപ്പോൾ അവർ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു എന്നാണല്ലോ ഞങ്ങൾ കേട്ടത്, എന്നാൽ നീ ഒരു അത്ഭുതം കാണിക്കുക, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം നീ അള്ളാഹുവിൽ നിന്ന് വന്നവനാണെന്ന് നിരന്തരം പറഞ്ഞിട്ടും മുഹമ്മദിന് ഒരു അത്ഭുതം പോലും കാണിച്ചു കൊടുക്കാനോ അള്ളാഹുവിൽ നിന്നും കിട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും തെളിയിച്ചു കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, മുഹമ്മദാണ് അള്ളാഹു എന്ന് തെളിയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം. അതിലൊന്ന് സൂറത്തുൽ മുഅ്മിനൂനിലെ 1-ാം ആയത്ത് മുതൽ ഞാൻ ഒരു കുറച്ചായത്ത് വായിക്കാം, ജസ്റ്റ് ഇതോടുകൂടി തീർന്നു. സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. തങ്ങളുടെ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരായ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരുമായ, സക്കാത്ത് നിർബന്ധമാക്കുന്നവരുമായ, തങ്ങളുടെ ഗുഹ്യാവയങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരുമത്രേ അവർ. തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീനതയിലുള്ള അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധമൊഴികെ അപ്പോൾ അവർ ആക്ഷേപാർഹരല്ല. എന്നാൽ അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അതിക്രമകാരികൾ. അതായത് മറിയം എന്ന് പറയുന്ന മുഹമ്മദിന് അടിമയായിട്ട് കിട്ടിയ, ഗിഫ്റ്റ് കിട്ടിയ, ഒരു രാജാവിൻ്റെ അടുത്ത് നിന്ന് അടിമയായിട്ട് കിട്ടിയിട്ടുള്ള, മറിയം എന്ന് തന്നെയാണ് അതിൻ്റെ പേരും തോന്നുന്നു, എന്താണെങ്കിലും അല്ല, മറിയമല്ല, മാരിയത്തിൽ ഹിബ്തി. സോ ഈ പറയുന്ന അടിമ സ്ത്രീയുമായിട്ട് മുഹമ്മദ് നബി കിടക്ക പങ്കിടുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് വരുന്ന മുഹമ്മദ് നബിയുടെ ഒരു ഭാര്യ ഇത് കാണുകയും അവിടെ പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിന് ശേഷം ഇറങ്ങിയിട്ടുള്ള ആയത്താണിത്. അതായത് എന്താണ്, നിങ്ങൾ വിജയം പ്രാപിച്ചവരാണ്. ആരൊക്കെ? കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നിസ്കരിക്കുന്നവർ വിജയം പ്രാപിച്ചു, സക്കാത്ത് കൊടുക്കുന്നവർ പ്രാപിച്ചു, മാത്രമല്ല ഗുഹ്യാവയങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരും പ്രാപിച്ചു. പക്ഷേ എന്താണ്, നിങ്ങൾ ആക്ഷേപാർഹരല്ല. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടിമ സ്ത്രീകളുമായിട്ട് നിങ്ങൾ ബന്ധത്തിൽ പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളായത്തർക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ നമ്മളിപ്പോൾ പറയുന്ന ഇന്നിപ്പോൾ നമ്മൾ പറയുമല്ലോ, എന്താണ് അവിഹിത ബന്ധം എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം, മുഹമ്മദ് നബി അടിമ സ്ത്രീയുമായിട്ട് ബെഡ് കിടക്കണ കണ്ടുകൊണ്ട് വരികയാണ് ഭാര്യ. അത് കണ്ട് പ്രശ്നമുണ്ടാക്കി അവിടുന്ന് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആയത്തിറക്കി കൊടുക്കുകയാണ്. ആർക്ക്? ഈ ഭാര്യക്ക്. മുഹമ്മദ് നബി ഇങ്ങനെയൊന്നും ചെയ്താലും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, അതൊക്കെ ഞാൻ ഹലാലാക്കി കൊടുത്തതാണ്, അടിമ സ്ത്രീകനായിട്ട് ഭോഗിക്കുന്നത് പ്രശ്നമുള്ള കാര്യമല്ല, സോ അത് നീ വെറി ചെയ്യണ്ട എന്ന് പറയാം. ഇനി മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ആയത്തൊന്നും കാണിക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ റെഫറൻസ് കൊടുക്കാം. ഈ പറഞ്ഞ പോലെ മുഹമ്മദ് നബിയുടെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വന്നു ഒരു കല്യാണ ദിവസം. ആരുടെ കല്യാണം എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു ടോപ്പിക്കിൽ തന്നെ വിശദമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിവേ, അപ്പോൾ
വന്ന് ഭക്ഷണം കഴിച്ച് അവരവിടെ സംസാരിച്ച് കുശലം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം മുഹമ്മദ് നബി ഇങ്ങനെ എന്താ ഇവരിപ്പോൾ പുറത്ത് പോകും എന്നുള്ളതിൽ ഇങ്ങനെ ഇരുന്നു. പക്ഷെ കുറേ നേരമായിട്ടും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ പോണില്ല, സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വന്ന സാഹചര്യത്തിൽ അള്ള വീണ്ടും ആയത്തിറക്കി കൊടുക്കുക. അള്ളാന്റെ പണി എന്താ നിങ്ങൾ ആലോചിക്കണം. അള്ള ആയത്തിറക്കണം എന്താണ്? അതായത് നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബി ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ പിരിഞ്ഞു പോകേണ്ടവരാണ്. നിങ്ങൾ അവിടെ കൂടുതൽ സമയം സംസാരിച്ചു കൊണ്ടിരിക്കരുത്. അത് അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദിന് പറയാൻ ചിലപ്പോൾ മടിയുണ്ടാകും നിങ്ങളോട് പോവാൻ. എന്നാൽ അള്ളാഹു ആയ എനിക്ക് പറയാൻ യാതൊരു എളുപ്പമില്ല എന്ന് അള്ളാഹ് ഖുർആനിൽ കൂടെ പറയാണ്. നിങ്ങൾ ആരെയാണ് നിങ്ങൾ അള്ളാഹുവായിട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് വിലയിരുത്തുക. ഇതിപ്പോൾ ഞാനൊരു ജസ്റ്റ് 2 ആയത്ത് പറഞ്ഞേ ഉള്ളൂ. ആരാണ് ശരിയായ അള്ളാഹു എന്നുള്ളത് തിരിച്ചറിയാൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇത്രയും റെഫറൻസുകൾ തരുന്നു എന്ന് മാത്രം. ഇനി ഇതിനോട് കൂട്ടി പറയേണ്ട 1-2 കാര്യങ്ങൾ. ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞ ഈ ആയത്തുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ആയത്ത് നിങ്ങൾക്ക് ഇന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഉപകാരപ്രദമായിട്ടുള്ള ഒരായത്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇത്ര ആയത്ത് ഞാൻ വായിച്ചു, ഇതിൽ ഒരായത്ത് ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള, കാലാകാലത്തെ മനുഷ്യർക്ക് ജീവിതം എങ്ങനെയാണെന്നും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ പഠിപ്പിക്കാൻ ഇറക്കിയ സാധനമാണല്ലോ ഖുർആൻ. ഇത്ര ആയത്ത് ഞാൻ വായിച്ചു. ഇത്ര ആയത്തിൽ ഒരായത്ത് എടുക്കാനുണ്ടോ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാനുള്ളത്? ഇല്ല, ഒരായത്തില്ല, ഒറ്റൊന്ന്. ഇങ്ങനെയാണെങ്കിൽ ഇത് അന്നത്തെ കാലത്തെ ഒരു കാര്യങ്ങൾ നടന്നത് ഖുർആനിൽ കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞ് ഇനി ഉരുണ്ടുമറിയാൻ വരും ഉസ്താദുമാർ. അങ്ങനെ തന്നെയാണെന്നാണ് ഞാനും പറയുന്നത്. ഇത് അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി, എല്ലാ കാര്യങ്ങളും എളുപ്പമാവാൻ വേണ്ടി ഈ പറയുന്ന പുള്ളി ഇറക്കിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ആയത്ത് വരുന്നു എനിക്ക്, ഞാൻ ദൈവത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ അവതരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ജീവിതം സുഖകരമാവാനും കാര്യങ്ങൾ സുഖമായിട്ട് നടന്നു പോകാനും 12 ഭാര്യമാരും പിന്നെ അടിമ സ്ത്രീകളും ഒക്കെ ആയിട്ട് സുഖമായിട്ടൊരു ജീവിതം പുള്ളി നയിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച നബിയുടെ കഥ പറയാനൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ശരിയാണ്, പുള്ളിയുടെ ജീവിതം കഷ്ടം തന്നെയായിരുന്നു. ആ കഷ്ടതയുള്ള ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ചെയ്ത നല്ലൊരു അടിപൊളി പരിപാടിയാണിത്. എന്താണ്, അള്ളാഹുവിന് 5-1 ഓഹരി കൊടുക്കണം എന്ന് ഒരു നിയമം വന്നു. എപ്പോൾ മക്കം ഫത്ഹ് വന്നതിന് ശേഷം. അപ്പോൾ കിട്ടുന്ന മുതലിൽ നിന്നൊക്കെ 5-1 അള്ളാഹുവിനാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ അള്ളാഹുവിന് മുതൽ വേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിപ്പോൾ ഇന്ന് ഈ ശബരിമല ഇതൊക്കെ പറയുന്ന പോലെ തന്നെ ദൈവത്തിന് എന്തിനാണ് പൈസ? ദൈവത്തിന് പൈസയുടെയും മുതലിൻ്റെ ആവശ്യമുണ്ടോ? മാത്രമാണോ അതിൽ പിടിച്ചു കൊണ്ടുവരുന്ന അടിമ സ്ത്രീയെ 5-1 അടിമ സ്ത്രീയെയും അള്ളാഹുവിന് കൊടുക്കണം, അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദൂതന്? ഇതൊക്കെ ആരാണ് ഉപയോഗിച്ചത്? അള്ളാഹു ആണോ ഉപയോഗിച്ചത് അടിമ സ്ത്രീനെ? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് വിലയിരുത്തുക. ഇനി ഇത്രയും നേരം പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം ശരിയുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പറയാണ്, ഓക്കെ ഇതിപ്പോൾ ഈ പറയണ ഈ ഒരു കാര്യം ശരി, ബാക്കിയൊന്നും ഞാൻ യോജിക്കണില്ല, ഇതിൽ ഒരു കാര്യം ശരിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവം എന്തൊരു മണ്ടനാണ്. അവിടെ തീർന്നില്ലേ? മതത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ വിഡ്ഢികളായി വന്നുകൊണ്ടിരുന്നത്. സോ ഇത്രയൊക്കെ മനസ്സിലാകുമ്പോൾ ഇനി നിങ്ങൾ കൂടുതൽ പഠിക്കുക. നിങ്ങൾ ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ വൃത്തികേടുകൾ നിങ്ങളുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാതിരിക്കുക. കാരണം എന്തായാലും ഞാൻ എൻ്റെ കുട്ടീനെ മദ്രസയിൽ വിടും, ഇതൊക്കെ പഠിപ്പിക്കും എന്നുള്ള വാശിയുണ്ടല്ലോ, അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു തോന്നലാണ്, നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങൾ ശരിയാണെന്നും അത് എൻ്റെ കുട്ടി അറിയണം എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ്. എന്നാൽ എന്താണ് നമ്മൾ പഠിച്ച കാര്യം എന്നുള്ളത് നമ്മൾ തന്നെ ആദ്യം വിലയിരുത്തുക എന്നുള്ളതാണ് എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നാലേ നമുക്ക് വേറൊരാൾക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ പകർന്നു കൊടുക്കണോ വേണ്ടേ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും കേട്ട് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആരാണ് അള്ളാഹു, ആരായിരുന്നു അള്ളാഹു എന്ന് വിലയിരുത്തുക. ഇനി ഒറ്റ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ സർവശക്തനായി പറയുന്ന അള്ളാഹുവിൻ്റെ ഇപ്പോൾ ഏകനാകുന്നതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ 2 ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അടിച്ചു പിരിയുമായിരുന്നു, ഞങ്ങൾ കോഴി കൊത്തുകൂടുന്ന പോലെ കൊത്തുമായിരുന്നു എന്നൊക്കെ പറയുന്ന ദൈവം, അതായത് ഈ അള്ളാഹു വിചാരിക്കുന്നത്, അത് അള്ളാഹു അല്ല, മുഹമ്മദ് അന്ന് വിചാരിച്ചിരുന്നത്, അന്നത്തെ കാലത്തെ ഈ രാജാക്കന്മാരൊക്കെയാണ് മുഹമ്മദ് കണ്ടു വളർന്നിട്ടുള്ളത്. മുഹമ്മദ് വിചാരിച്ചത് ദൈവം എന്ന് പറയുന്ന ഒരാളും ഇതുപോലത്തെ ഒരു സുപ്രീം ആയിരിക്കും, ലൈക്ക് അദ്ദേഹത്തിന്
വേറൊരു ദൈവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തിനെ ആക്രമിച്ച് സാധനങ്ങളൊക്കെ കട്ടെടുക്കുന്ന പോലെ ഇവരും കട്ടെടുത്ത് കൊണ്ടുപോകും. അങ്ങനെ തന്നെ ആയിരിക്കും ദൈവം എന്നും പുള്ളി വിചാരിച്ച പുള്ളിയുടെ ജൽപ്പനങ്ങൾ മാത്രമാണിത്. വെരി സിമ്പിളാണ്. അതുകൊണ്ടാണ് എന്താവുന്നത്, അറബി മാത്രം അറിയാവുന്ന, ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അറബിക് ദൈവം എന്ന്. അത് ഞാൻ ഉദ്ദേശത്തോടു കൂടി പറഞ്ഞത് തന്നെയാണ്, അറിയാതെ പറഞ്ഞതല്ല. അറബി മാത്രം അറിയുന്ന ദൈവമാണ്, അറബിക് ദൈവമാണ് അള്ളാഹു എന്ന് പേരുള്ള അറബിക് ദൈവം. നമ്മൾ എന്തുകൊണ്ടാണ് പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോഴൊക്കെ അറബിയിൽ ചെല്ലണം, നമ്മൾ അറബിയിൽ നെയ്യത്ത് വെക്കണം, അറബിയിൽ മറ്റേത് ഓതണം എന്ന് പറയുന്നത് എന്തിനാണ്? അറബിയെ അള്ളാഹുവിനെ അറിയൂ. കാരണം അള്ളാഹു അറബിക് നാട്ടിൽ ജനിച്ചു വളർന്ന് മരിച്ച ഒരു അറബിക് ദൈവമാണ്. മുഹമ്മദ് എന്ന അറബിക് ദൈവമാണ് അള്ളാഹു. അപ്പോൾ അതിപ്പോൾ ഏതൊരു ദൈവത്തെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ഇപ്പോൾ സംസ്കൃതത്തിലാണ് ഹിന്ദുക്കളുടെ ഇതൊക്കെ ചെല്ലണം എന്ന് പറയുന്നത്, പുള്ളിക്ക് അതേ അറിയുള്ളൂ ആ ദൈവത്തിന്. ഇപ്പോൾ ക്രിസ്ത്യൻസിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹീബ്രു മറ്റ് ഭാഷകളൊക്കെ ഉള്ള ദൈവമാണത്. ഇതൊക്കെ നമ്മളിപ്പോൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ, പക്ഷെ എന്നാലും മലയാളത്തിൽ ചെല്ലണതിനേക്കാളും ഉത്തമ അറബിയിൽ ചെല്ലുകയാണ്. ഖുർആൻ അറബിയിൽ ഓതാൻ പാടുള്ളൂ. കാരണം അള്ളാഹ്ക്ക് മലയാളം അറിയില്ല. അള്ളാഹ് ഇങ്ങനെ ഒരു നാട് കേരളമുണ്ട് എന്നുള്ള ആ വിവരം അള്ളാഹ്ക്ക് അറിയില്ല. അള്ളാഹ്ക്ക് ആ ചുറ്റുപാട് മാത്രമേ അറിയൂ. സോ ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ വിലയിരുത്തുക. എന്തായാലും ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾ മാക്സിമം ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നമുക്കിവിടെ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് എനിക്ക് കുറേ ലൈക്ക് കിട്ടുക എന്നുള്ളതൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ബോധ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെപ്പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മറ്റ് ആളുകൾ എന്നുള്ളതും മറ്റ് കുട്ടികൾ എന്നുള്ളതും ഒക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അവരൊക്കെ എന്തൊരു ദുരിതമായിട്ടുള്ള ജീവിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും, ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു പാട്ട് കേൾക്കാൻ പാടില്ല, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ശിക്ഷണത്തിൽ ലോകം എന്താണെന്നുള്ളത് അറിയാൻ പോലും പറ്റാതെ ഈ ബുർക്കയും മക്കനിട്ടൊരു മനുഷ്യനോട് വേറൊരു അന്യപുരുഷനെ കണ്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ ഒരു ജീവിതം, കാരണം അവരിവിടെ ജനിക്കുന്നു മരിക്കുന്നു, ഇതിനിടയിൽ അവരെന്ത് ചെയ്യുന്നു അതേ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി വരുന്നൊരു തലമുറയെങ്കിലും നമ്മൾ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് നല്ല രീതിയിൽ വളർത്തി നല്ലതിനു വേണ്ടി വളർത്താൻ ശ്രമിക്കുക ഓരോ കുട്ടിനെയും. ഈ മണ്ടൻ ആശയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മളൊരു വലിയ ജനതയാണ് നമ്മൾ. ഇപ്പം മുഹമ്മദ് എന്നുള്ള മനുഷ്യനുണ്ടായതിനു ശേഷം ഇങ്ങോട്ട് എടുത്ത് നോക്കിയിട്ടുള്ള മുസ്ലിമായിട്ടുള്ള എല്ലാ ജനതൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതിൽ ശരിക്കും വിശ്വസിച്ച് ജീവിച്ച ആളുകളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒന്നും നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല എന്നും നമ്മൾ മരിച്ചു ചെന്ന് അവിടെ ചെന്ന് അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം എന്നും വിചാരിക്കുന്നത് ഇവിടെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നതിന് തുല്യമാണ്. ഇവിടെ നമ്മൾ ഒരു സുഖവും അനുഭവിക്കാതിരുന്നാലേ നിങ്ങൾക്ക് അവിടെ അതൊക്കെ തരൂ എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ പറയുന്ന അള്ളാഹു ഈ പറയുന്ന മുഹമ്മദാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുമ്പോൾ, ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്ന ഒരാളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, ഇത്ര വിവരമില്ലാത്ത ഒരു 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ വിവരമുള്ള, നക്ഷത്രങ്ങൾ കാണുമ്പോൾ അത് ആകാശത്ത് പറ്റിച്ചു വെച്ചിട്ടുള്ള എന്തോ കളർഫുൾ സാധനം എന്ന് വിചാരിക്കുന്ന ഒരു വിഡ്ഢിയായ ഒരു മനുഷ്യൻ, വിഡ്ഢി എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ പറയുന്നതും തെറ്റാണ്. കാരണം 6-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യർക്ക് ഉണ്ടായിരുന്ന അറിവും അതിൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും കാര്യങ്ങൾ കേട്ടറിയാനൊക്കെ മുഹമ്മദ് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഖുർആനിൽ വന്നത്. അതിന് മുമ്പ് അപ്രിഷിയേറ്റ് ചെയ്തേ മതിയാവൂ. അതായത് പുള്ളി നമ്മൾ കുറേ നീചമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ആയിഷനെ കല്യാണം കഴിച്ചു, ഓക്കെ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം ആ നൂറ്റാണ്ടിലെ അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അതേ കാര്യങ്ങൾ ഇന്നും നമ്മൾ ചെയ്യണം എന്ന് വാശി പിടിക്കുന്നിടത്താണ് പ്രശ്നങ്ങളൊക്കെ. ഞാൻ പറയാം, നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നതും നമ്മൾ ഇപ്പോൾ ഹിന്ദുസിൻ്റെ ആചാരങ്ങളൊക്കെ ആഘോഷിക്കാം, അതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ വിശ്വാസം എന്നത് നമ്മുടെ ജീവിതത്തിൽ അത് ഒരു പ്രശ്നമായിട്ട് മാറുന്ന രീതിയിൽ വരുമ്പോൾ അതിനെ നമ്മൾ അകറ്റി നിർത്തൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അതിക്രമമാണ് ഇത്. ഇതിലും നല്ലത് നമ്മളെ കുട്ടികളെ വളർത്താതിരിക്കുക എന്നുള്ളതാണ്, ജന്മം നൽകാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സ്വാതന്ത്ര്യം തന്നെയാണ് ജീവിതം. അത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, നമ്മുടെ കുട്ടികളെയും രക്ഷപ്പെടുത്തുക. എന്തായാലും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.